കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം. എല്ലാവർക്കും സ്നേഹവന്ദനം ഈ പുതിയ വർഷത്തിൽ ആശംസിക്കുന്നു. ഒരു പ്രാവശ്യവും കൂടെ ദൈവവചന ധ്യാനത്തിനായി സ്വർഗത്തിലെ ദൈവം നമ്മോട് കാണിച്ച മഹാദയക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണം, അതാണ് നമ്മുടെ പഠന വിഷയം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ഈ വാക്യത്തിന് മുൻപുള്ളതായിരിക്കുന്ന പല വാക്യങ്ങളും നേരത്തെ നമ്മൾ പഠിച്ച പല വേദഭാഗത്തോട് ചേർന്ന് വന്നത് ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഇനി പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ധ്യാനിച്ചു വന്നത് നമ്മുടെ കർത്താവിൻ്റെ ആ പ്രവൃത്തിയുടെ തുടർമാനമായ പ്രവൃത്തികൾ, കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നാം പ്രാർത്ഥിക്കുന്നവരാകണം എന്ന് ദൈവം നമ്മെ കേൾപ്പിച്ചു. കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നവരായി മാറണം എന്നുള്ള ആലോചന കർത്താവ് നമ്മെ കേൾപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു ജീവിതം നാം നയിക്കണം എന്നുള്ളതും നമുക്ക് കാണുവാനും ധ്യാനിക്കുവാനുമായിട്ട് സാധിച്ചു. ഒരുപക്ഷെ അതിനോട് ചേർന്ന് വരുന്നതായ മറ്റ് ഒരു ചിന്തയാണ് ഈ വാക്കുകൾ ഇന്ന് നാം വായിച്ച് കേട്ടത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. ഈ സാഹചര്യം നമുക്കറിയാം. 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇവിടെയും ഈ 27-ാം വാക്യത്തിൻ്റെ ഒടുവിലും നമ്മൾ കണ്ടു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് തൻ്റെ ശിഷ്യന്മാർ കലങ്ങുവാനും പരിഭ്രമിക്കുവാനും ഉള്ള സാധ്യത ഉണ്ട്. എന്താ അതിൻ്റെ കാരണം? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ആ കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ എന്താ പറയുന്ന? ഒരു വേർപാടിൻ്റെ ഒരു ദുഃഖം. ആ കേവലം ഒരു ദുഃഖം മാത്രമല്ല, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവരുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഡു നോട്ട് ബി ട്രബിൾ. ട്രബിൾ എന്ന് പറഞ്ഞാൽ പുട്ട് ഇൻ ടു കൺഫ്യൂഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിലേക്ക്, സംശയത്തിൻ്റെ ഒരു ചുവടാണ് ഇപ്പോൾ ഇനി അവരുടെ മുൻപിൽ ഉള്ളത്. ഇനി എന്താണ്? അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു പ്രത്യേകമായ സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന വാക്കാണെന്ത്? ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളത്. ഈ നാളുകളിൽ അത് നമ്മോടുള്ള ബന്ധത്തിലും വളരെ ആപ്റ്റായിരിക്കുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ പ്രസക്തി അത്രത്തോളം ഒന്നും നമുക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളും അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് ഈ സമയത്ത് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളതായിരിക്കുന്ന പരിഭ്രമം, ഒന്ന് കലങ്ങുന്ന ഒരു അവസ്ഥയും, രണ്ട് ഭയപ്പെടുന്നതായ ഒരവസ്ഥയും, മുൻപിൽ എന്ത് എന്നുള്ള സംശയവും, അപ്പോൾ തന്നെ ഒരു വലിയ പേടിയും ഭയവും ഒക്കെ നിറഞ്ഞതായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നേക്കാം. ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഒരു പടി
കൂടുതൽ എന്ന പോലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ് നാം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തെ ആഴമായിട്ട് ഉറപ്പിക്കണം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്നുള്ളതാണ്. ലോകവും സമാധാനം തരും. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത് എന്ത്? ലോകം തരുന്നത് പോലെ അല്ല. അപ്പൊ ലോകത്തിനും എന്തെങ്കിലുമൊക്കെ സമാധാനം തരുവാൻ, സ്വസ്ഥത നൽകുവാൻ, ആശ്വാസം നൽകുവാൻ സാധിക്കും. എന്നാൽ ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറയുമ്പോൾ ലോകം തരുന്നതായ സമാധാനത്തിനെല്ലാം പരിമിതികളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ദൈവികമായ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഉത്സുകരാകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അവിടെ ലോകത്തിലേക്ക് നാം തിരിഞ്ഞാൽ, ലോക മനുഷ്യരിലേക്ക് തിരിഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് എന്ത് കിട്ടാം? ഒരു സമാധാനമൊക്കെ കിട്ടാം. എന്നാൽ ആ സമാധാനം അത് താൽക്കാലികമാണ്, അത് പരിമിതികൾ ഉള്ളതാണ്. അത് മാത്രമല്ല, അതേക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് പോരായ്മകൾ ഉള്ളതാണ്. അതൊരിക്കലും പൂർണ്ണത വരുത്തുന്ന ഒന്നല്ല, പരിമിതിയുള്ളതാണ്, നൈമിഷികമാണ്, അത് പോരായ്മകൾ ഉള്ളതാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. എന്നാൽ ഇന്നത്തെ ലോകം എന്താ ചെയ്യുന്നത്? ഈ പരിമിതികളിലേക്കാണ് പോകുന്നത്. ഈ നൈമിഷികമായിരിക്കുന്ന സമാധാനമാണ് ഇന്നുള്ളതായിരിക്കുന്ന ജനകോടികൾ ഇന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ മക്കളായ നാമും വളരെ പെട്ടെന്ന് തന്നെയുള്ളതായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, പരിഭ്രമത്തിൻ്റെ അത്യുച്ചകോടിയിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഈ വാക്തത്വം പലപ്പോഴും നമ്മളങ്ങ് മറക്കും. നമ്മളും ആകുല ചിത്തരാകും, നമ്മളും പരിഭ്രമിക്കും. ആ സമയത്ത് ഒരുപക്ഷെ നാമും ഈ ലോകത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ നമ്മളും ആഗ്രഹിക്കും. എന്നാൽ ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ട കാര്യം, ഈ ലോകത്തിൻ്റെ സമാധാനം എന്നുള്ളത് പരിമിതികളുള്ളതാണ്, അത് ചുരുക്കമാണ്, അത് നൈമിഷികമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഈ സമാധാനം എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് എന്താണ് കർത്താവ് അർത്ഥമാക്കുന്നത്? തിരുവഴുത്ത് നമുക്ക് നൽകുന്ന അർത്ഥം എന്താണ്? സമാധാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ശാന്തത അല്ലേ? നമ്മുടെ ഹൃദയത്തിന് തന്നെ ഒരു ആശ്വാസം നൽകുന്ന, ശാന്തത നൽകുന്ന, അതുപോലെ തന്നെ കലഹമില്ലാത്ത എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ സമാധാനമുള്ളത്. കലഹം എവിടെയുണ്ടോ അവിടെ എന്തില്ല? അവിടെ സമാധാനമില്ല. അതുപോലെ തന്നെ നിശബ്ദമായ ഒരു അനുഭവം, അതാണ് സമാധാനം എന്ന് പറയുന്നത്. ശാന്തമായ ഒരു അന്തരീക്ഷം, യുദ്ധമില്ലാത്തതായ ഒരു അനുഭവം അല്ലെ? യുദ്ധമില്ലാത്ത ഒരു അനുഭവത്തിനാണ് എന്ത് പറയുന്നത്? സമാധാനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോ സമാധാനം എന്ന് പറഞ്ഞാൽ അത് നാം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്നതായ ഒരു സത്യമാണ്. അത് ദൈവം തരുന്ന സമാധാനമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരും. ഞാനത് പിന്നാലെ വിവരിച്ചു കൊള്ളാം. അപ്പോൾ കർത്താവ് തരുന്നതായ ആ സമാധാനം എന്ന് പറയുന്നത് അത് നമുക്ക് നൽകുന്ന ശാന്തതയാണ്, നമുക്ക് ഉണ്ടാകുന്ന സ്വസ്ഥതയാണ്, നമുക്കുണ്ടാകുന്ന നിശബ്ദതയാണ്. നമുക്ക് യുദ്ധമില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഏത് സമയത്തും പോരാട്ടമുള്ളതായ ഒരു ജീവിതമാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകില്ല? സമാധാനമുണ്ടാകില്ല. എന്നാൽ ആ പോരാട്ടങ്ങളില്ലാത്ത സമാധാനപരമായ ഒരു അന്തരീക്ഷം അത് നമുക്ക് ഉണ്ടാകണം. നാം അത് അനുഭവിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ എൻ്റെ സമാധാനം എന്ന 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? എൻ്റെ സമാധാനമെന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവ് അത് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കണം. നാം യെശയ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് ഒന്ന് വരാം. യെശയ്യാവിൻ്റെ പ്രവചനം നമുക്കറിയാവുന്ന ചില വാക്യങ്ങളാണ്. അതിൻ്റെ 9-ാം അധ്യായം, യെശയ്യാവിൻ്റെ പ്രവചനം
9-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ 6-ാമത്തെ വാക്യം ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, അതിന്റെ ഒടുവിലത്തെ ഒരു വാക്ക് മാത്രം ഞാൻ ഇങ്ങനെ വായിക്കാം. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ വായിക്കുന്നത് എന്താ? അവന് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ യേശു കർത്താവിന്റെ പേരെന്താണ്? പ്രിൻസ് ഓഫ് പീസ് എന്നാണ്. സമാധാനത്തിന്റെ രാജകുമാരനാണ് അവൻ, സമാധാനത്തിന്റെ പ്രഭുവാണ്. അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. മനസ്സിലായി എന്താ വായിക്കുന്നത്? പീസ് ദർ വിൽ ബി നോ എൻഡ്. അവന്റെ സമാധാനത്തിന് എന്തില്ല? അവസാനമില്ല. നേരത്തെ ലോക സമാധാനത്തെ കുറിച്ച് നമ്മൾ എന്താ കണ്ടത്? അതിന് നൈമഷികമാണ്, പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സമാധാനം എന്നുള്ളതിന് നോ എൻഡ്, അവസാനമില്ല. എന്ന് പറഞ്ഞാൽ ഈ സമാധാനം അത് നിത്യത മുതൽ നിത്യത വരെ നീണ്ടു നിൽക്കുന്നതായ ഒരു സമാധാനമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നിടത്ത് 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ ഒടുവിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അത് മൽക്കിസദേക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്. എന്നാൽ ഓർക്കുക, യേശുക്രിസ്തുവിന്റെ ക്രമം ഏത് ക്രമത്തിലാണ്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മുന്നോടിയായി വന്ന ആ മൽക്കിസദേക്കിനെ കുറിച്ച് വായിക്കുന്നത് സമാധാനത്തിന്റെ രാജാവ് എന്നാണെങ്കിൽ, യേശുക്രിസ്തുവും ആര് തന്നെയാണ്? അവനും സമാധാനത്തിന്റെ രാജാവാണ്. യെശയ്യാപ്രവചനം 9:6 നാം അത് വായിച്ചതാണ്. അവൻ പ്രിൻസ് ഓഫ് പീസ് ആണ്, അവൻ സമാധാനത്തിന്റെ രാജാവാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, അവനിലുള്ള സമാധാനം എന്ന് പറയുന്നത് ഒരു പ്രഭുവിന് ഉള്ളതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രഭു എങ്ങനെയാണോ അതിന് തുല്യമാണ് സമാധാനം. ഒരു രാജാവ് എങ്ങനെയാണോ അതിന് തുല്യമായിട്ടാണ് അവനിലുള്ള സമാധാനം. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാം? അവൻ സമാധാനത്തിന്റെ നിറവാണ്. അവനിൽ എന്തില്ല? അവനിൽ അത് ഞാൻ പിന്നാലെ പറഞ്ഞോളാം. അവനിൽ ഒരു കലഹവും ഇല്ല, അവനിൽ ഒരു സംശയത്തിന്റെ നിഴലില്ല, അവനിൽ ഒരു യുദ്ധമില്ല, അവനിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല. അവൻ ഫുൾ ഓഫ് പീസാണ്. അവൻ മുഴുവൻ സമാധാനം കൊണ്ട് നിറഞ്ഞവനാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് തരുന്ന സമാധാനത്തിൻ്റെ അളവ് എത്രയാണ്? നാം ഇതൊക്കെ മനസ്സിലാക്കണം. അവൻ നമുക്ക് സമാധാനം തരുന്നു എന്ന് പറയുമ്പോൾ ആ പോട്ടെ സാരമില്ല എന്ന് നമ്മൾ സാധാരണ തോളത്ത് തട്ടി പറയുന്നത് പോലെയല്ല. അവൻ തരുന്ന സമാധാനം എന്ന് പറയുന്നത് ഒരു പ്രഭു നമുക്ക് തരുന്നത് പോലെയാണ്. ഒരു പ്രഭുവിന്റെ അടുത്ത് നാം ചെന്നാൽ അവൻ തരുന്ന സഹായം എങ്ങനെയാ? അവന്റെ നിലവാരത്തിനൊത്തവണ്ണമാണ്. നമ്മുടെ വീട്ടിലൊരു ഒരു ഒരു ഭിക്ഷക്കാരൻ വന്നുമ്പോൾ നാം കൊടുക്കുന്നത് പോലെയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരാൾ ചെന്നാൽ അവന് കൊടുക്കുന്നത്. ഒരു പ്രഭു എങ്ങനെയാണോ അവന്റെ അടുക്കലേക്ക് സമാധാനത്തിനായിട്ട് ചെല്ലുന്ന ഒരുവന് നൽകുന്നത്, ആ നിലവാരത്തിന് ഒത്തവണ്ണമാണ് അവൻ നമുക്ക് നൽകുന്നത്. ഒരു രാജാവിന്റെ നിലവാരത്തിന് ഒത്തവണ്ണമാണ് അവൻ നമുക്ക് സമാധാനത്തെ നൽകുന്നത്. അതുപോലെ തന്നെ നാം വായിച്ചതുപോലെ ആ ഒരു എല്ലാം നിറഞ്ഞു നിൽക്കുന്നവൻ എങ്ങനെയാണോ തരുന്നത്, അതുപോലെയാണ് അവൻ നമുക്ക് തൻ്റെ സമാധാനം നൽകുന്നത്. അതുകൊണ്ട് സമാധാനമൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ ഉണ്ട് എന്നല്ല നമ്മൾ പറയേണ്ടത്. കുറച്ചൊക്കെ സമാധാനമുണ്ട്, പിന്നെ ഒക്കെ ആകപ്പാടെ പ്രശ്നങ്ങളാണ്. ഇതാ നമ്മൾ സാധാരണ പറയാറ്. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തെ നിറഞ്ഞ് കവിയുമാറാക്കുന്നതായ ഒരു വലിയ സമാധാനം നമുക്ക് നൽകുവാൻ ഈ ദൈവം മതിയായവനാണ്.
യെശയ്യാവിന്റെ പ്രവചനം 42 അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, യെശയ്യാവിന്റെ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ അവിടെ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചന വേദഭാഗമാണ് പ്രഥമമായി ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവനെ കുറിച്ച് പറയുന്ന 2 വാക്കുണ്ട്. അവൻ ഒച്ചയുണ്ടാക്കില്ല, തെരുക്കളിൽ തന്റെ ശബ്ദം. എന്താ എന്റെ കാരണം? അവന്റെ ഉള്ളിൽ സമാധാനമുണ്ട്. ഇവിടെ ഞാനൊരു വാക്ക് നമ്മോട് പറയാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ അവിടെ പിന്നെ ഈ ഒച്ചപ്പാടിന്റെ ബഹളത്തിന്റെ കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ അവിടെയും പിന്നെ എന്തിനിടമില്ല. ഈ നാട്ടുകാരെ മുഴുവൻ നമ്മുടെ ഒച്ച നമ്മൾ കേൾപ്പിക്കില്ല, അതാരും കേൾക്കില്ല. സഭയിൽ സമാധാനമുണ്ടെങ്കിൽ അയൽവക്കക്കാരെ എന്ത് കേൾക്കില്ല? സഭയിലെ സമാധാനക്കുറവും ഒച്ചപ്പാടും ബഹളവും കേൾക്കില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ ഹൃദയം സ്വസ്ഥമായിരിക്കും, അവിടെ ആ കുടുംബം സമാധാനമായിരിക്കും, ആ സഭ സമാധാനമായിരിക്കും. അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. പ്രിയമുള്ളവർ, അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സമാധാനത്തിന്റെ പ്രഭുവായതുകൊണ്ട്, അവൻ സമാധാനത്തിന്റെ രാജാവായതുകൊണ്ട് അവൻ തെരുക്കളിൽ തന്റെ ശബ്ദം. അതുകൊണ്ടല്ലേ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, വേണമെങ്കിൽ അവന് സംസാരിക്കാമായിരുന്നു. അടുക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. അവൻ തന്റെ ശബ്ദം തെരുക്കളിൽ കേൾപ്പിക്കില്ല. അവൻ സമാധാനത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ ആ നിലയിൽ പറയുവാനുള്ള കാരണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ളതായിരിക്കുന്ന ഒരു വേദവാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെയും കാക്കും. എന്ത് കാക്കും? സകല ബുദ്ധിയെയും കവിയുന്നതായ ആ ദൈവീകമായ സ്വഭാവം, ദൈവീകമായ സമാധാനം. അതിന്റെ കാരണം പറയുന്നത് തൊട്ടു മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അടുത്തിരിക്കുന്നു. നിങ്ങൾ അവനോട് അടുത്തിരിക്കുകയാണ്, നിങ്ങൾ അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആയതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സമാധാനം എല്ലാറ്റിനും മീതെ, അതായത് നിങ്ങളുടെ ചിന്തകളെക്കാളും നിങ്ങളുടെ വിചാരങ്ങളെക്കാളും അപ്പുറമായി ദൈവത്തിന്റെ സമാധാനം കൊണ്ട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ നമ്മെ ഗാർഡ് ചെയ്തിരിക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മെ കാവൽ ചെയ്തിരിക്കുകയാണ്. കർത്താവിനോട് അടുത്തിരിക്കുന്ന, ഈ സമാധാന പ്രഭുവിനോട് അടുത്തിരിക്കുന്നവരായ നമ്മെയും നമ്മുടെ ചിന്തകളെക്കാളും നമ്മുടെ പ്രശ്നങ്ങളെക്കാളും കവർ ചെയ്യുന്നതായ ദൈവികമായ സമാധാനം എന്ത് ചെയ്തിരിക്കുന്നു? അവൻ നമ്മെ കവർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ചിന്തകൾക്ക് നാം ഇവിടെ വായിക്കുന്നത്, ഹിസ് പീസ് can do this far better than our human minds എന്നാണ്. മാനുഷികമായിരിക്കുന്ന നമ്മുടെ മനസ്സിനേക്കാൾ അപ്പുറത്ത് അവിടെ വായിക്കുന്നത് ഫാർ ബെറ്റർ എന്നാണ്. എത്രയോ അധികമായിട്ട് ദൈവത്തിന്റെ സമാധാനത്തിന് നമ്മെ നിറയ്ക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധികൾ നാം നേരിടുന്നു എന്ന് വന്നാലും നാം ദൈവകൃപയിൽ ശരണപ്പെടുന്നു എങ്കിൽ ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത, ലോകമക്കൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത, നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു സമാധാനം അവൻ നമ്മുടെ ഹൃദയത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. എത്രയോ അനർത്ഥങ്ങൾ, എത്രയോ വേർപാടിന്റെ ദുഃഖങ്ങൾ,
ഏതെല്ലാം തരത്തിലുള്ളതായ പ്രതിസന്ധികൾ ദൈവമക്കളായിരിക്കുന്നവർ നേരിടുമ്പോഴും അവിടെയും അവരെ പിടിച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത് എന്താണ്? ഈ ദൈവം നൽകുന്ന വലിയ സമാധാനമാണ്. ആ സമാധാനം ദൈവം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ, നമുക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയോ പണ്ടേ തകർന്നു പോകുമായിരുന്നു. എന്നാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് അങ്ങ് മാറി നിൽക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. അവൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അവൻ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ വന്നാലും ലോകമക്കൾ നോക്കുമ്പോൾ ഇവൻ ഇനി അധികം കാലം പോകില്ല, ഇവൻ ഇനി അധികം മുൻപോട്ട് പോകില്ല, തകർന്നു തരിപ്പണമായി, ഇനി അവൻ എഴുന്നേൽക്കില്ല, അവൻ വീണിരിക്കുന്നു എന്ന് പറയുമ്പോ ഇതാ ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ നമ്മൾ വീണ്ടും കരുത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ ലോകക്കാര് പറയും, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇവർക്കിത് എങ്ങനെയാ സാധിക്കുന്നത്? എങ്ങനെയാ സാധിക്കുന്നത്? കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്, അവൻ നൽകുന്ന സമാധാന സമൃദ്ധി അനുഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിന് സാധിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ദൈവികമായ സമാധാനമാണ് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്തത്. ഞാൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, ഞാൻ സമാധാനത്തിന്റെ രാജാവാണ്. ആ ഞാൻ അനുഭവിക്കുന്ന സമാധാനം, ഞാൻ ഒരു വാക്കുകൂടെ പറയാം. ത്രിയേക ദൈവം, ആ ദൈവത്തിന്റെ മധ്യത്തിൽ എന്തെങ്കിലും സമാധാനക്കുറവുണ്ടോ? ത്രിയേക ദൈവം അനുഭവിക്കുന്ന സമാധാനം, നിത്യത മുതൽ നിത്യത വരെ. അവിടെ കലഹങ്ങളില്ല, അവിടെ പക്ഷഭേദങ്ങളില്ല, അവിടെ മുൻവിധികളില്ല, അവിടെ തെറ്റിദ്ധാരണകളില്ല, അവിടെ വഴക്കുകളില്ല. ആ ബന്ധത്തിലുള്ളത് എന്താണ്? സമാധാനമാണ്. ആ ബന്ധത്തിലും ഊന്നി നിൽക്കുന്നത് സമാധാനമാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്തു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. രണ്ടാമത് മറ്റ് ഒരു ആശയത്തിലേക്ക് ഞാൻ കടന്നു വരാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2:14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ നമ്മുടെ സമാധാനം, അവൻ സമാധാനത്തിന്റെ രാജാവാണ് എന്ന് നമ്മൾ കണ്ടു. ഇവിടെ വായിക്കുകയാണ്, ആ സമാധാനത്തിന്റെ വേറൊരു തലമാണ് അവൻ നമ്മുടെ സമാധാനം. ഈ സമാധാനം ഏതാണ്? അത് നിരപ്പിനെ കാണിക്കുന്നതാണ്, ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തെ കാണിക്കുന്നതാണ്, ദൈവവുമായിട്ടുള്ള അടുപ്പത്തെ കാണിക്കുന്നതാണ് ആ സമാധാനം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചിന്തിച്ചതായ സമാധാനം എന്ന് പറയുന്നത് കലഹങ്ങളില്ലാത്ത, ഒച്ചയില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്തതായ ഒരു അനുഭവത്തെയാണ് സമാധാനമെന്ന് നാം കണ്ടത്. എന്നാൽ ഇനിയുള്ള ഈ സമാധാനം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നിരപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയേണ്ടതാണ്. അതിന്റെ താഴെയുള്ള വാക്യങ്ങൾ, 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സമാധാനം ഉണ്ടാക്കി. അതുപോലെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ സമാധാനം സുവിശേഷിച്ചു. ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും അവൻ സുവിശേഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവൻ നമ്മുടെ സമാധാനം, ഹി ഈസ് അവർ പീസ്. അവൻ നമ്മുടെ സമാധാനം. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ സമാധാന ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ, റോമലേഖനം 5:1 നമ്മൾ എന്താ വായിക്കുന്നത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് പിതാവിനോട് ആ വാക്ക് ഒന്ന് വായിക്കാമോ? ഒരു സെക്കൻഡ്. റോമലേഖനം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനാൽ നമുക്ക് എന്തുണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്. ആ സമാധാനം നാം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥതയ്ക്കുള്ള സമാധാനമല്ല,
മറ്റൊരാശയമാണ് ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ ബന്ധം, ദൈവത്തോടുള്ളതായിരിക്കുന്ന നിരപ്പ്. നമ്മെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ദൈവത്തോട് നിരപ്പിക്കുന്നതായ ആ അനുഭവം, അതിനുവേണ്ടി നമ്മുടെ കർത്താവ് വില കൊടുത്തു. മനസ്സിലായോ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം നമ്മൾ അനുഭവിക്കേണ്ടതിന് ഒരുപക്ഷെ അവൻ വില കൊടുത്തിട്ടില്ല. കാരണം അവൻ സമാധാനം തന്നെയാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. എന്നാൽ ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, ആ ബന്ധത്തിന്റെ നിരപ്പിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? ആ സമാധാനത്തിന് വില കൊടുത്തു. ഇവിടെ നമ്മൾ വായിച്ചത് അവൻ സമാധാനമുണ്ടാക്കി, അവൻ സമാധാനം സുവിശേഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ നമ്മുടെ സമാധാനം? അടുത്ത വാക്യം വായിക്കുന്നത് എന്താണ്? അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവന് രണ്ട് പക്ഷത്തെ ഒന്നാക്കി തീർത്തു, ശത്രുത്വത്തെ ഇല്ലാതാക്കി, നടുച്ചുവരിനെ ഇടിച്ചു കളഞ്ഞു, അന്യത്വം അവൻ ഇല്ലാതാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ മരണത്താൽ നമുക്ക് പിതാവിനോട് നിരപ്പ് വന്നു, ആർത്താൽ ഒരു സമാധാനം ദൈവം നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ, ആ സമാധാനമില്ലായ്മയ്ക്ക് കാരണമായി നിന്നിരുന്നത് ശത്രുത്വം, ഒരു നടുച്ചുവര്, ഒരു അന്യത്വം നമുക്കുണ്ടായിരുന്നു. എന്താ ഈ വാക്കുകളൊക്കെ നമുക്കറിയുന്ന? മുകളിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൽ ദൈവമില്ലാത്തവർ, വാഗ്ദത്തങ്ങൾക്ക് നിങ്ങൾ അന്യന്മാർ. നാം അന്യന്മാരെ പോലെ ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ നമുക്ക് സമാധാനം തന്നപ്പോൾ, അവൻ നമുക്ക് സമാധാനം തന്നപ്പോൾ എന്താ ഉണ്ടായത്? എന്തൊക്കെ മാറി? ശത്രുത്വം മാറി, നടുച്ചുവര് ഇടിച്ചു കളഞ്ഞു, പിന്നെ അന്യത്വം മാറി, ആ ബന്ധത്തിലേക്കുള്ളതായ പുതുക്കൽ നമുക്കുണ്ടായി. അല്ലെ പ്രിയപ്പെട്ടവർ, ഇത് നാം കരുതിക്കൊള്ളേണ്ട വാക്കുകളാണ്. ഈ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക്, ദൈവവുമായിട്ടുള്ള നിരപ്പിലേക്ക് നാമും നമ്മുടെ കുടുംബങ്ങളും വന്നു എന്ന് പറഞ്ഞാൽ, ഇനി പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെയും അനുഭവമായിരിക്കണം. നമ്മുടെ മധ്യത്തിലും ഇനി എന്തുണ്ടാകാൻ പാടില്ല? ഒരു ശത്രുത്വം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മധ്യേയും എന്തുണ്ടാകാൻ പാടില്ല? ഒരു നടുച്ചുവര് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മധ്യേയും ഒരു അന്യത്വം ഇനി ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കേണ്ട ഒരു വലിയ വലിയ കാര്യമാണ്. ഏതാണ് കർത്താവ് നീക്കി തന്നത്? ഏതാ നീക്കി തന്നത്? ശത്രുത്വം അവൻ നീക്കി തന്നു. നടുച്ചുവരുകളെ, നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതായ ആ മതിലിനെ ദൈവം ചെയ്തു, ഇടിച്ചു കളഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ശത്രുക്കളായിരുന്നു നമ്മൾ തമ്മിൽ. അത് ഇവിടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഇരുപക്ഷക്കാരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പഠനത്തിന്റെ വ്യാപ്തി കൂട്ടുന്നില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യർ, നാം ഇപ്പോൾ സഹോദര സഹോദരിമാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇടയിൽ, ഞാനിങ്ങനെ പറയാം, നമ്മുടെ മധ്യത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാകാൻ പാടില്ല. യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നാം ആരും ശത്രുക്കളെ പോലെ പെരുമാറരുത്. നാം ശത്രുക്കളല്ല, നാം മിത്രങ്ങളാണ്, ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ഇടയിൽ എന്തുണ്ടാകാൻ പാടില്ല? ഒരു മതില്, ഒരു നടുച്ചുവരുണ്ടാകാൻ പാടില്ല. അത് പണത്തിന്റെ പേരിലോ, ജാതിയുടെ പേരിലോ, മതത്തിന്റെ പേരിലോ, വർണ്ണത്തിന്റെ പേരിലോ, വർഗത്തിന്റെ പേരിലോ, പാരമ്പര്യത്തിന്റെ പേരിലോ, ഒന്നിന്റെ പേരിലും എന്തുണ്ടാകാൻ പാടില്ല? ഒരു നടുച്ചുവരുണ്ടാകാൻ പാടില്ല. നമ്മുടെ മധ്യ ഒരു അന്യത്വവും ഉണ്ടാകാൻ പാടില്ല. അവൻ അന്യനാണ്. അന്യനെ പോലെ നാം പെരുമാറരുത്, അന്യനെ പോലെ നാം ഇടപെടരുത്, അന്യനെ പോലെ നാം സംസാരിക്കരുത്. കാരണം എന്താ? അവൻ അതൊക്കെ മാറ്റി ഇല്ലേ? ഇന്ന് നാം അന്യരല്ല, പിന്നെ ആരാണ്? നാം അവിടെ താഴെ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാ നമ്മൾ. നമ്മൾ ഒരപ്പന്റെ മക്കളാണ്. ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിക്കണം. ഒരുപക്ഷെ അനേക പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. പ്രിയമുള്ളവരെ, അത് നാം കരുതിക്കൊള്ളണം. പിന്നെയും പിന്നെയും പറയുന്നതിന്റെ കാരണം, ഈ വിഭാഗീയത,
ഈ മതില്, ഈ ശത്രുതാ മനോഭാവം, ഈ അന്യത്വം ഇന്ന് ദൈവജനത്തിന്റെ മധ്യേ വർദ്ധിച്ചു വരികയാണ്. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലുള്ള വർധനവാണ് ഈ കാര്യങ്ങളിൽ നിന്ന് നാം കണ്ടുവരുന്നത്. അതിനൊരു പരിസമാപ്തി ഉണ്ടാകണം. ലോകത്ത് മുഴുവൻ പോയി നമുക്കിത് പഠിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് പഠിക്കുന്ന നമ്മുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടാകണം. എൻ്റെ കൂട്ടു സഹോദരങ്ങളുമായി, എൻ്റെ കുടുംബത്തിലുള്ളവരുമായി എന്നുണ്ടാകാൻ പാടില്ല, ഒരു ശത്രുത ഉണ്ടാകാൻ പാടില്ല. അവർ തമ്മിൽ ഒരു മതിൽക്കെട്ട് ഉണ്ടാകാനായിട്ട് പാടില്ല. അവർ തമ്മിൽ ഒരു അന്യത്വം ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. യേശുവിന്റെ മരണത്താൽ നിരപ്പ് പ്രാപിച്ചു എന്ന് പറയുന്ന നമ്മിൽ ഒരാളിൽ പോലും ഈ സ്വഭാവങ്ങൾ ഉണ്ടായിക്കൂടാ. വളരെ വ്യക്തമാണ്, ഈ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകുവാൻ പാടുള്ളത് അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതിൻ്റെ കാരണം ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. എന്തൊക്കെ കാരണങ്ങളാണോ ഈ ശത്രുത്വത്തിന് ഉണ്ടായിരുന്നത്, ആ കാരണങ്ങളെ എല്ലാം അവൻ കൊന്നുകളഞ്ഞു എന്നാണ് അല്ലേ? ക്രൂശിൽ വെച്ച് അവൻ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. ശത്രുത്വം നമ്മുടെ കർത്താവ് ഇല്ലാതാക്കിയെങ്കിൽ നാം എന്തിനാണ് ഈ ശത്രുതാ മനോഭാവം കരുതുന്നത്? അവനാ നടുച്ചുവരെ ഇടിച്ചു കളഞ്ഞെങ്കിൽ എന്തിനാ നാമായിട്ട് വീണ്ടും അതിനെ കെട്ടിപ്പൊക്കുന്നത്? അവൻ നമ്മെ അന്യര് എന്ന സ്ഥാനത്ത് നിന്ന് ഏക സഹോദരങ്ങളാക്കി മാറ്റിയെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ മധ്യത്തിൽ ഒരു അന്യത്വം നാം കെട്ടിപ്പൊക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ചെയ്യുന്നത് മഹാപാതകമാണ്, അത് പാപമാണ്. ദൈവത്തിനും ദൈവത്തിന്റെ ആത്മാവിനും ദൈവത്തിന്റെ സഭയ്ക്കും ദൈവത്തിന്റെ നിയമങ്ങൾക്കും എതിരായിട്ട് നാം പണിയുന്നതാണ് എന്ന് നാം ഓർത്തുകൊള്ളുക. ആ പണി നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ കർത്താവ് നമുക്ക് തന്ന സമാധാനം അത് കാക്ഷിക്കുവാൻ, ആ സമാധാനത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ചില പ്രായോഗിക കാര്യങ്ങൾ കൂടെ നമുക്ക് വേഗത്തിൽ ചിന്തിച്ച് അവസാനിപ്പിക്കാം. യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരാം. അതിൻ്റെ 2-ാം അധ്യായം 4 മുതലുള്ളതായിരിക്കുന്ന 4-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയും ഇല്ല. അവിടെ 2:2 വായിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് യഹോവയുടെ ആലയം എങ്ങനെയായിരിക്കണം എന്നുള്ള ആശയമാണ് അവിടെ ദൈവാത്മാവ് പറയുന്നത്. അത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ കുടുംബം എങ്ങനെയായിരിക്കണം? അവിടെ നാം കണ്ടത് എന്താണ്? അവിടെ ഒരു കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ആ കുന്തവും വാളും. അതെന്തിനാ ഉപയോഗിക്കുന്നത്? അത് അന്യോന്യം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അത് മാറ്റിയിട്ട് അവരെന്ത് ചെയ്തു എന്നാണ്? അതിനെ വാളുകളെ കൊഴുക്കളായും വാക്കത്തികളായും അടിച്ചു തീർക്കും. കൊഴുക്കൾ എന്തിനാണ്? അത് നിലം ഉഴുവാൻ ഉപയോഗിക്കുന്നതാണ്. വാക്കത്തി എന്തിനു വേണ്ടിയുള്ളതാണ്? അതും കൃഷിക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം ഉണ്ടായിരുന്ന വൈരാഗ്യത്തിൻ്റെയും കോപത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും സാഹചര്യങ്ങൾ മാറി അന്യോന്യമുള്ളതായിരിക്കുന്ന കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്ക് എവിടെ വന്നു? ദൈവസഭ വന്നു എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ സഭ. അല്ലാതെ ഇങ്ങനെ കുന്തവും വാളുമായിട്ട് നിന്ന് എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും കൊല്ലാനും എപ്പോഴും വഴക്കും വക്കാണവും ദേഷ്യവും കോപവും ഒക്കെയായിട്ട് ദൈവസഭ മുൻപോട്ട് പോകാനല്ല. സഭയിൽ എന്തുണ്ടാകണം? ദൈവത്തിന്റെ ആലയത്തിൽ സമാധാനപരമായ ഒരു അനുഭവത്തിന്റെ ആവശ്യം വളരെയുണ്ട്. അതുപോലെ തന്നെ മീഖാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ അവിടെ ഒരു വാക്കൂടെ പറയുന്നെന്താ? അവര് ജാതിക്ക് നേരെ വാളോങ്ങില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കില്ല. അവിടെ ദൈവമക്കൾ തമ്മിൽ എന്തില്ലെന്ന്? ജാതിക്ക് നേരെ വാളോങ്ങില്ല. ഇനി അവരുടെ ഡ്യൂട്ടി അതല്ല.
അവര് യുദ്ധം ഇനി അവർക്കുടെ അഭ്യാസം ഇനി യുദ്ധം ചെയ്യാനല്ല, എങ്ങനെ മറ്റുള്ളവനെ യുദ്ധം ചെയ്ത് എനിക്ക് ജയിക്കാം എന്നുള്ളതല്ല അവന്റെ താല്പര്യം. ഇനി അവരുടെ താല്പര്യം എന്താണ്? അത് അന്യോന്യം സഹായിക്കുക എന്നുള്ളതിലേക്കാണ്. മീഖാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. മീഖാ പ്രവചനം 14 ഓക്കെ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. മീഖാ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവിടെയും അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം എന്ന് പറഞ്ഞിട്ടാണ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടരുന്നത്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ് അവിടെയും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. മീഖാ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെയും നാം വായിക്കുന്ന വാക്യം നേരത്തെ വായിച്ച വാക്യത്തിന്റെ അത് തന്നെ വാക്യമാണ്. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവിടെയും യഹോവയുടെ ആലയത്തിൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു വാക്കാണ് അവിടെയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. 65-ന്റെ 25-ാമത്തെ വാക്യത്തിൽ അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന പോർഷനാണ്. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വക്യോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യും. എന്താ നാം മനസ്സിലാക്കുന്നത്? യഹോവയുടെ ആ മന്ദിരത്തിൽ ആരും ഒരു ദോഷവും ചെയ്യുകയില്ല. ആ സ്ഥലത്താണ് എന്തുള്ളത്? സമാധാനം ഉള്ളത്. നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അന്യോന്യം ഒരു ദോഷത്തിന് മുതിരാതിരുന്നാൽ പിന്നെ അവിടെ കലഹമില്ല, അവിടെയാണ് സമാധാനം. ഇത് ഞാനൊരു വാക്ക് പറയുമ്പോൾ എൻ്റെ ഭാര്യ 2 വാക്ക് പറയും, അവൾ 2 വാക്ക് പറഞ്ഞാൽ ഞാൻ 4 വാക്ക് പറയും, അപ്പോൾ മക്കൾ 6 വാക്ക് പറയും. എന്തായി പിന്നെ അവിടെ കലഹമായി. സഭയിലും അങ്ങനെ തന്നെ. ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു, അടുത്തയാൾ വേറൊരു അഭിപ്രായം പറഞ്ഞു, പിന്നെ അവിടെ എന്തായി? കലഹമായി. അതല്ല ദൈവത്തിന്റെ സഭയിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ ആലയത്തിൽ അതുപോലെ തന്നെ പുതിയ ആകാശ ഭൂമി എന്നൊക്കെ പറയുമ്പോൾ നാം ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ അത് സഭയെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ അങ്ങെടുക്കാം. ദൈവജനത്തിന്റെ മധ്യേ എന്നുള്ള ആ കാര്യം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് കർത്താവ് നൽകുന്നതായ സമാധാനം എന്ന് പറയുന്നത്. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്നതായ ഒരു വാക്യമാണ് 7-ന്റെ 15-ൽ നാം അവിടെ വായിക്കുന്നത്. 15-ന്റെ ഒടുവിൽ, എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നാം കലഹിച്ച് ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അത് നമ്മുടെ കുടുംബത്തിലായാലും സഭയിലായാലും അങ്ങനെ തന്നെ. കലഹത്തിനുള്ള സാധ്യത ഉണ്ടാകാം, പക്ഷേ കലഹിക്കുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. ആ കലഹം അത് സമാധാന ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്ന് നാം വളരെ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. കുറച്ച് പേരോട് എന്നല്ല, കുടുംബത്തിലുള്ള ആരോടെങ്കിലുമൊക്കെ എന്നല്ല, എല്ലാവരോടും. ദൈവത്തിന്റെ ജനത്തോട് എല്ലാവരോടും എന്താചരിക്കണം? നമ്മൾ
സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. അപ്പോൾ ഈ സമാധാന ബന്ധത്തിന് കോട്ടമുണ്ടായാൽ എന്താ പറ്റുന്നത്? അശുദ്ധി കയറിക്കൂടും. അത് അശുദ്ധമാക്കും നമ്മെ. അത് നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കും. അത് ശുശ്രൂഷ ജീവിതത്തെ ബാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളോട് എനിക്ക് സമാധാനമില്ല, നിരപ്പില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, എൻ്റെ ആത്മീയ കാര്യത്തെ ബാധിക്കില്ലല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിക്കുവാൻ ഉത്സാഹിക്കണമെന്നാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. അപ്പോൾ ഞാൻ വലിയ ജ്ഞാനിയാണ് എന്ന് ഒരുവൻ പറയുന്നെങ്കിൽ അവനിൽ എന്തുണ്ടാകണം? സമാധാനം ഉണ്ടാക്കണം. അവിടെ വായിച്ചതുപോലെ പിന്നെ സമാധാനം, ഉയരത്തിൽ നിന്നുള്ള ആ ജ്ഞാനി എന്ന് പറഞ്ഞാൽ അവൻ സമാധാനമുള്ളവനാണ്. അതിന്റെ 18-ാം വാക്യത്തിൽ എന്ന സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. കലഹം വിതച്ചാലോ കലഹം കൊയ്യും. വഴക്ക് വിതച്ചാൽ വഴക്ക് കൊയ്യും. ശത്രുത്വം വിതച്ചാൽ ശത്രുത്വം കൊയ്യും. ഏതാണോ നാം വിതയ്ക്കുന്നത് അത് തന്നെ നാം കൊയ്യുവാനിടയാകും. അതുകൊണ്ട് സമാധാനം, ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്ന നാം സമാധാനകാംക്ഷികളായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നാം സമാധാനകാംക്ഷികളാകണം. സമാധാനത്തിൽ ജീവിക്കേണ്ടവരാകണം. സമാധാനം നൽകുന്നവരുമാകണം നമ്മൾ. കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം അനുഭവിക്കുന്നവരായ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, സമാധാനത്തിൽ നാം ജീവിക്കണം. ആ സമാധാനം മറ്റുള്ളവരിലേക്ക് നാം പകരപ്പെടണം. ആ നിലയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ പഠനം നമുക്ക് ഇവിടെ നിർത്താം. ഈ ലോകം തരാത്തതായ ആ വലിയ സമാധാനം നമുക്ക് നൽകി തന്നതായ ആ ദൈവം, നമ്മുടെ കർത്താവ്, അവൻ എന്താ ചെയ്തത്? അവനാണ് ആ സമാധാനത്തിന്റെ പ്രഭു. അവനാണ് സമാധാനത്തിന്റെ രാജാവ്. അവനാണ് നമുക്ക് എന്ത് തന്നത്? തന്റെ സമാധാനം നമുക്ക് തന്നത്. എന്തിനു വേണ്ടിയാ തന്നത്? ആ സമാധാനം നമുക്ക് തന്നപ്പോൾ അവൻ ചെയ്ത കാര്യം എന്താണ്? ദൈവവും പിതാവുമായിട്ട് നമ്മെ നിരപ്പിക്കുകയാണ് ചെയ്തത്. അതിന് അവൻ വില നൽകി. അതിന് അവൻ വില കൊടുത്തു. അവൻ ശത്രുത്വത്തെ മാറ്റി, നടുച്ചുവരനെ ഇടിച്ചു കളഞ്ഞു, അന്യത്വം മാറ്റിത്തന്നു. എന്നിട്ട് ആ വലിയ സമാധാനത്തിന്റെ ഉടമകളാക്കി ദൈവം നമ്മെ തീർത്തിട്ട് പറയുകയാണ്, നിങ്ങൾ സമാധാനം അനുഭവിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവരായി നിങ്ങൾ മാറണം. സമാധാനം ഉള്ളവരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. ഇതാണ് കർത്താവിന് നമ്മോട് പറയാനായിട്ടുള്ളത്. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അന്യോന്യമുള്ളതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, സഭാബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ കലഹങ്ങൾ, അതിർവരമ്പുകൾ നാം വെച്ചിരിക്കുന്നുവെങ്കിൽ, അന്യരെ പോലെ നാം ആരെയെങ്കിലും കാണുന്നെങ്കിൽ, ശത്രുതാ മനോഭാവം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റിക്കളയണം. കാരണം അതെല്ലാം യേശുക്രിസ്തു തന്റെ ക്രൂശിൽ അത് ഇല്ലാതാക്കിയതാണ്. ആ ഇല്ലാതാക്കിയ ആ കാര്യത്തെ വീണ്ടും നമ്മൾ എടുക്കുവാനായിട്ട് ഇടയാകരുത്. ശത്രുവിനെ പരാജയപ്പെടുത്തിയ സ്ഥാനം അത് ശത്രു വീണ്ടും ജയിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാകരുത്. നമുക്ക് ഈ സമാധാനത്തിൽ ജീവിക്കുവാനും ഈ സമാധാനം പങ്കുവെക്കപ്പെടുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.